നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഒരു FB പോസ്റ്റ് കണ്ടിരുന്നു. ആ FB പോസ്റ്റിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഓഥർ എന്ന് പറയില്ലേ, അത് നമ്മുടെ പ്രശസ്തനായ യുവ രാഷ്ട്രീയ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പ്രശസ്തൻ എന്ന് പറയാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അദ്ദേഹം നിരവധി സ്ത്രീജനങ്ങളുടെ ഇഷ്ട അല്ലെങ്കിൽ പ്രേമഭാജനമാണ്. അദ്ദേഹത്തെ എവിടെ കണ്ടാലും കുറേയധികം സ്ത്രീകൾ ഓടി വരികയും അതോടൊപ്പം നിറഞ്ഞ ചിരിയുമായി നിൽക്കുന്ന ആ നേതാവിൻ്റെ മുന്നിലേക്ക് വന്നെത്തി അദ്ദേഹത്തിനോടൊപ്പം സെൽഫി എടുക്കാനും ചിത്രങ്ങൾ പകർത്താനും ഒക്കെ താല്പര്യപ്പെട്ട് നിരവധി ആളുകൾ ഓടിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. AP അനിൽകുമാറിൻ്റെ മകൻ്റെ കല്യാണത്തിനായിട്ട് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഉണ്ടായ ദൃശ്യങ്ങൾ അതങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. AP അനിൽകുമാർ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ലായിരുന്നു, എങ്കിൽ തന്നെയും അദ്ദേഹം അവിടെ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ നേതാക്കന്മാരുമായി ചിരിക്കുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ പലരും രമേശ് ചെന്നിത്തലയുടെ ചെല്ലുന്നു, കുശലം ചോദിക്കുന്നു, പക്ഷേ ചെന്നിത്തല പറഞ്ഞു വിടുന്നു. അങ്ങനെ എല്ലാ നേതാക്കന്മാരുടെ അടുക്കലും ചെല്ലുന്നു, പക്ഷേ ചിലരൊന്നും കണ്ട ഭാവം നടിച്ചില്ല എന്നുള്ളതാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് SFIക്കാരോടുള്ള ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ SFIക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ആ റഹീം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ. അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ SFIക്കാർ, അപ്പോൾ അതാണ് അടങ്ങിയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായുസവുമായി ഇറങ്ങിയാൽ അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ജനങ്ങളുടെ സർക്കാർ. അടങ്ങിയിരിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ SFIക്കാർക്ക് നേരെ നടത്തിയ അല്ലെങ്കിൽ SFIക്കാർക്ക് നൽകുന്ന ഒരു സാരോപദേശമായി നമുക്കിതിനെ കാണാം. അതായത് നന്നായി രാഷ്ട്രീയം പറയുക, ശരി, നന്നായി സംവദിക്കുക, അതോടൊപ്പം നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. ഇതിലേത് കാര്യമാണോ ഈ സാരോപദേശകനായിട്ടുള്ള ഈ വ്യക്തി കേരളത്തിൽ ഒരു തവണയെങ്കിലും നടത്തിയിട്ടുള്ളത്? എനിക്കറിയില്ല അങ്ങനെ ഒരു സാരോപദേശക്കാരൻ ഈ കാര്യം നന്നായി രാഷ്ട്രീയം പറയുക. എപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളത്? സ്വന്തം നേതാക്കന്മാരെ അടക്കം, സ്വന്തം പാർട്ടിയിലുള്ള മുതിർന്ന നേതാക്കന്മാരെ അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അശ്ലീലവും അസഭ്യവും വാരി വിതറിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് നല്ല രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇനി മറ്റൊന്നുകൂടി ചോദിച്ചു, നന്നായി സംവദിക്കുക. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി സംവദിച്ചിട്ടുള്ളത്? ഇവിടെ DYFIക്കാർ കൊടുക്കുന്ന പൊതിച്ചോറിൻ്റെ മറവിൽ അനാശാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവല്ലേ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതോടൊപ്പം നന്നായി പ്രതികരിക്കുക. ഈ പ്രതികരണത്തിൻ്റെ ഗുണം കൊണ്ട് സ്വന്തം നേതാവായ നമ്മുടെ KC വേണുഗോപാലിൻ്റെ ഭാര്യയ്ക്ക് പോലും സ്വന്തം ഫേസ്ബുക്ക്, സ്വന്തം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും എടുത്ത് വാരിയിൽ വെച്ചിട്ട് മുങ്ങാനാണ് തോന്നിയത്. അപ്പോൾ സ്വന്തമായ അഭിപ്രായ പ്രകടനം പോലും നടത്താൻ ശേഷിയില്ലാത്ത മുതിർന്ന നേതാവിൻ്റെ ഭാര്യ, എന്തുകൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അവർക്ക് നേരെ വന്നിട്ടുള്ള സകലമാന കുടിലതകളും നിറഞ്ഞ വർത്തമാനങ്ങളെ ഭയന്നിട്ടാണ് അവർ പോസ്റ്റ് മുക്കി പോയത്. ഇതാണോ നന്നായുള്ള പ്രതികരണം? നന്നായി പ്രതിഷേധിക്കുക. നന്നായി എപ്പോഴാണാവോ, ഏത് വിഷയത്തിൻ്റെ പുറത്താണ് ഈ സാരോപദേശകനും സാരോപദേശകൻ്റെ പാർട്ടിയും ഇവിടെ പ്രതിഷേധിച്ചിട്ടുള്ളത്? ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിവ് നടത്തുകയും ആ ഫണ്ട് എവിടേക്ക് പോയി എന്ന് പോലും അറിയാതെ മേലോട്ടും നോക്കിയിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്. ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്നത്. ഈ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വയനാടുള്ള യൂണിറ്റിലിട്ട് കസേര കൊണ്ട് എറിഞ്ഞു. ഇതൊക്കെ നടന്ന സംഭവമല്ലേ? അപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ഈ സാരോപദേശകൻ്റെ സാരോപദേശമൊക്കെ കൊള്ളാം, പക്ഷേ കയ്യിലിരിപ്പ് അത്രയ്ക്ക് നന്നല്ല ഈ സാരോപദേശകൻ്റെ എന്നുള്ള കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് കുറേ സൗത്ത് കൊറിയയിലും നോർത്ത് കൊറിയയിലുമുള്ള ഫേസ്ബുക്ക് ജീവികളും അതോടൊപ്പം തന്നെ ഏതോ ചൈനീസുകാരും ഒക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ എടുത്തുയർത്തിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ തന്നെയുമല്ല, ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത കാര്യം, ഇനിയും SFIക്കാർ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായുസവുമായി ഇറങ്ങിയാൽ, വലിയ സംഭവം കേട്ടോ, അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ജനങ്ങളുടെ സർക്കാർ എന്നാണ് പറയുന്നത്. അതായത് പണ്ട് ഈ ഗുണ്ടായുസ് അല്ലാതെ നിയമം കയ്യിലെടുത്താൽ, അതോടൊപ്പം തന്നെ പണ്ട് വിജയനുള്ള കാലത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വിജയൻ എന്നുള്ള കാലം എടുത്തത്.
അവിടെ ഗുണ്ടായുസവുമായി ഇറങ്ങിയാൽ അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ഒരു ചുക്കും ചെയ്യില്ലെന്നേ. ഏത് സർക്കാർ? ഒരു നിലപാടില്ലാത്തതിനെയാണോ നിങ്ങൾ സർക്കാർ എന്ന് വിളിക്കുന്നത്? അതന്നെയല്ല, ആരെ ഉദ്ദേശിച്ച? രമേശ് ചെന്നിത്തലയോ? രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചിട്ടാണോ ഇവിടെ സർക്കാരുണ്ടെന്ന് പറയുന്നത്? അതോ VD സതീശനെ ഉദ്ദേശിച്ചിട്ടാണോ സർക്കാരുണ്ടെന്ന് പറയുന്നത്? വഴിയെ കിടക്കുന്നതല്ലേ ഉള്ളൂ കാണാൻ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള സകല കോൺഗ്രസ്സുകാരും പെണ്ണ് പിടിച്ചിട്ടുള്ള കഥകൾ മുഖ്യ സർക്കാർ എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് പോവും നമ്മുടെ കേരളം സമീപ ഭാവിയിൽ. അതിനുള്ള തുടക്കം ദാ കണ്ടു കഴിഞ്ഞു. അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അഭിഭാഷക ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അതിജീവതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്ത ഒരു അതിജീവത, അവരെ രതിജീവത എന്ന് വിളിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഈ പറയുന്ന തൻ്റെ ഇടമുള്ള നട്ടലുള്ള ജനങ്ങളുടെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കുന്നു. അത് സ്ഥിരമായി സംഭവിക്കുന്നതല്ലേ, ശ്രദ്ധയിൽപ്പെട്ട നടപടി എടുക്കാം ഒറ്റ വാചകത്തിൽ മറുപടി അവസാനിപ്പിച്ചിട്ട് കടന്നുപോയ VD സതീശൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശനെയാണോ നിങ്ങൾ ഈ ജനകീയ സർക്കാർ എന്ന് പറയുന്നത്? ആണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അതാണോ? നാട് നീളെ നടന്ന് സ്ത്രീപീഡന കഥകൾ ഉണ്ടാക്കി എന്നിട്ട് ഈ സർക്കാരിനെ പുകഴ്ത്തി പറയുന്നത് കൊണ്ട് താങ്കളുടെ പേരിലുള്ള കേസുകൾ ഈ സർക്കാർ വേണ്ട എന്ന് വെക്കും എന്നാണ് ധരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ ധാരണയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസമാകാം. ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് സർക്കാരുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്ദിരാമ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇവിടെ ഇടതുപക്ഷക്കാരെ ചവിട്ടി ഇടിച്ചൊതുക്കാൻ. നിങ്ങളുടെ ഇന്ദിരാമ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അടിയും ഇടിയും ചവിട്ടും തൊഴിയും കൊണ്ടിട്ട് രക്തം പുരണ്ട വസ്ത്രവും ഇട്ടുകൊണ്ട് നിയമസഭയിൽ കയറി എന്ന് പ്രസംഗിച്ച ഒരു തൻ്റെടിയായ ഒരു MLA ഉണ്ടായിരുന്നു, അറിയുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? ആ MLAയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അതായത് ഇന്ദിരാമ, നിങ്ങളുടെ സ്വന്തം ഇന്ദിരാമ, നാവടക്കൂ പണിയെടുക്കൂ എന്ന് പറഞ്ഞ അതേ ഇന്ദിരാമ ഇവിടെ കാണിച്ചു കൂട്ടിയ അടിയന്തരാവസ്ഥ. ഇത്രയ്ക്ക് നാണം കെട്ട ഒരു രാഷ്ട്രീയ ദുസ്ഥിതി ഈ രാജ്യത്തിന് സംഭവിച്ചിട്ടുണ്ടോ? ഇത്രയും നീചമായ ഒരു രാഷ്ട്രീയ ദുസ്ഥിതി. അതിനെ ചെണ്ട കൊട്ടി അതിൻ്റെ പിന്നാലെ പോയി കാലിൽ വീണ് കിടന്നവരാണ് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ. ആ പാരമ്പര്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ അളക്കാൻ നിൽക്കരുത്. അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെ വായടപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സമരമുഖങ്ങളെ അടിച്ചൊതുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാക്ഷാൽ ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നല്ലേ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന ജനകീയ സർക്കാർ എന്ന് പറഞ്ഞ പേരുണ്ടാക്കാൻ നടക്കുന്ന ഒരാൾ. അപ്പോൾ ഇമാതിരി ഉമ്മാക്കിയൊന്നും കാട്ടിയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് വീട്ടിയിരിക്കാം. അല്ലാതെ ഇമാതിരി ഓലപ്പാമ്പ് കാണിച്ചിട്ട് സമരം കണ്ടും സമരം ചെയ്തും ചോരപ്പുഴകൾ നീന്തിക്കയറിയവരുമായ ഇടതുപക്ഷത്തെയും CPMലെയും CPIയിലെയും DYFIയിലെയും SFIയിലെയും ആൾക്കാരെ വിലയിരുത്താൻ പോകരുത്. അനാശാസ്യം നടക്കുന്നു എന്ന് പറഞ്ഞ ഈ ദുഷിച്ച നാവ് കൊണ്ട് ഇനി ഒരു അക്ഷരം ഇക്കാര്യത്തിൽ മിണ്ടിപ്പോകരുത്. ഈ DYFI അനാശാസ്യം നടത്തുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ DYFIക്കാർ കൊടുത്തിട്ടുണ്ട് 20 കോടി രൂപ വയനാട് ടൗൺഷിപ്പിൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതും കൂടാതെ 178 ടെലിവിഷനുകൾ വാങ്ങിയവർ നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് എന്ത് തേങ്ങയാണ് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്? വലിയ ആധികാരികമായി ഫേസ്ബുക്കിൽ കയറിയിരുന്ന് കുറിപ്പിട്ടിട്ട് കാര്യമില്ല. എന്ത് കൊടുത്തു യൂത്ത് കോൺഗ്രസ് ഈ പറയുന്ന വയനാടിന് വേണ്ടിയിട്ട്? ഒരു വീടിന് ഒരു കല്ലിടാൻ കഴിഞ്ഞിട്ടുണ്ടോ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? ഉണ്ടായിട്ടില്ലല്ലോ. മാറി വന്ന ഓരോ യൂത്ത് അധ്യക്ഷന്മാർ ഇവിടെ നിന്ന് വിലപേശി പറഞ്ഞല്ലോ, സർക്കാരിൻ്റെ വീട് വരുമ്പോൾ ഞങ്ങളുടെ വീട് കൂടി അവിടെ ഉണ്ടാകുമെന്ന്. എന്നിട്ട് എന്തായി ഇവിടെ? എന്ത് മലമറിച്ചു? മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കുന്നംപറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് മാനും മനുഷ്യനും കയറാത്ത 3.25 ഏക്കർ ഭൂമി മേടിച്ചിട്ട് അവിടെ ഒരു ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് നാട്ടുകാരെ പറ്റിച്ചതല്ലേ നിങ്ങളുടെ ചരിത്രം? ആ ചരിത്രമൊക്കെ ജനങ്ങൾ വളരെ വേഗം മറന്നുപോയത് വേറെ ചില കാരണങ്ങൾ കൊണ്ടുകൂടിയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. നന്നായി തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്, നന്നായി മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അമ്മാതിരി രാഷ്ട്രീയ നാടകം കളിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സമരമുഖത്ത് നിന്നുകൊണ്ട് സമരം നടത്തി വിജയിച്ച് കയറി വന്ന പ്രസ്ഥാനങ്ങളോട് വിലപേശാൻ നിൽക്കരുത്. അവർ സമരം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ചെയ്തിരിക്കും. അതിനെയും VD സതീശനല്ല, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും SFIയും DYFIയും CPMകാരും തെരുവിലുണ്ടാകും. തെരുവിൽ ഇറങ്ങിയേ പറ്റൂ. അതാണ് കാലം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് നിർണയിച്ചിരിക്കുന്ന ചില വിധി എന്ന് മാത്രം ഓർത്തുകൊള്ളുക.